ലേണേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 5 ആണ് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒട്ടാകെ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യമേ നമ്മൾ ഈ ചാപ്റ്ററിനെ പറ്റി മനസ്സിലാക്കുക. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് പണ്ട് കാലത്തെ പോലെയല്ല. ഇന്നത്തെ കാലത്ത് ബിസിനസ് നടത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമർ ഓറിയന്റഡ് ആണ്. അവിടെ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് കെവിയറ്റ് വെണ്ടറും കെവിയറ്റ് എംറ്ററും ആണ്. ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ടാവാം ഈ രണ്ട് കോൺസെപ്റ്റ് എന്താണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കെവിയറ്റ് വെണ്ടർ എന്ന് പറഞ്ഞാൽ ദ സെല്ലർ ബി വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ലർ സൂക്ഷിക്കുക. ഇനി കെവിയറ്റ് എംറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ലെറ്റ് ദ കസ്റ്റമർ ബി വെയർ, കസ്റ്റമർ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു, കെവിയറ്റ് എംറ്റർ ആയിരുന്നു. അത് ഇതൊരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, അതായത് പണ്ട് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നു, നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു. നമ്മൾ ആ സാധനം മേടിച്ചത് ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമായിരുന്നു. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം പർച്ചേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊണ്ട് കൊടുത്താൽ അവർ സ്വീകരിക്കുമോ? ഇല്ല. അവർ പറയും നിങ്ങൾ നോക്കി മേടിക്കണമായിരുന്നു എന്ന് പറയും അല്ലെ. അത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ദാറ്റ് വാസ് ട്രഡീഷണൽ കോൺസെപ്റ്റ്. ഇനി ഇന്നത്തെ കാലത്ത് സെല്ലേഴ്സ് എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ആമസോണിൽ നിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ആമസോണിൽ നിന്നൊക്കെയാണെങ്കിലും ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഒരു ടീഷർട്ട്. ഓക്കെ, ഒരു ടീഷർട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പം ഇത് വരുന്നത് ചിലപ്പോൾ പറയുമ്പോൾ ഡൽഹിയിൽ നിന്നോ വല്ല ദൂര സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നോക്കിയോ എങ്ങനെയാണെങ്കിലും പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് ഇത് തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പണ്ട് കാലത്തെ ആ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇന്നത്തെ കാലത്ത് നമ്മളത് ഇട്ടും കണ്ടും അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് താല്പര്യം ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ 7 to 10 days ആ ഒരു റിട്ടേൺ പീരീഡ് ഉണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും കസ്റ്റമറിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് വെക്കുന്ന രീതിയാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ് ഇന്നത്തെ ഒരു കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സെല്ലർ ഈസ് ദ കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു ബിലീവ് ചെയ്തിരുന്നത്. അപ്പോൾ സെല്ലറിന് എന്തും ആവാം എന്നുള്ളൊരു തോന്നലായിരുന്നു. സെല്ലർ സെല് ചെയ്യുന്ന സാധനം, സെല്ലറിന്റെ അടുത്ത് എത്ര സാധനം ഉണ്ടോ അത് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് കസ്റ്റമറിന്റെ അടുത്തുള്ള ഓപ്ഷൻ ഉള്ളൂ. കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് കിട്ടണം എന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയല്ല. ഇന്നത്തെ നമ്മുടെ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഓറിയന്റഡ് ആണ്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനെ എന്തുമാത്രം നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കുന്നു, അതാണ് നമ്മുടെ സക്സസ് ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ കോൺസെപ്റ്റ് ബിലീവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ് എമർജിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇവിടെ കാണാം, ഈ ബിസിനസ്, ഇലക്ട്രോണിക് ബിസിനസ് അല്ലെ. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാം നമ്മുടെ വിരൽ തുമ്പി തന്നെയുണ്ട്. നമ്മൾ ഒരു ഞൊടിയിടയ്ക്ക് നമുക്ക് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിലുള്ള സാധനം നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അതായി അഡ്വാൻസ് ടെക്നോളജി കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി പ്രോസസ് ഓഫ് ഓൺലൈൻ ബൈങ് ആൻഡ് സെല്ലിംഗ് ഈസ് പാർട്ട് ഓഫ് ഈ ബിസിനസ്. ഓൺലൈൻ ആയിട്ടുള്ള ബൈങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ് നമ്മൾ പഠിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇലക്ട്രോണിക് ബിസിനസ് പഠിക്കും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് സ്വിച്ചിങ് ഓവർ ഇലക്ട്രോണിക് മോഡ്. ഇലക്ട്രോണിക്കലി നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിക്വയർമെന്റ്സ് ഓഫ് എ ഫേം ഫോർ ഇനിഷ്യേഷൻ ഇൻ ടു ഈ ബിസിനസ്, അതായത് ഒരു ബിസിനസ് ഫേം, സാധാ ഒരു ബിസിനസ് ഫേം റൺ ചെയ്ത് പോകുന്ന ആ നിലയ്ക്ക് പോകാണ്ട് അതിനെ ഒരു ഇലക്ട്രോണിക്കൽ മോഡ് ഓഫ് ബിസിനസ്സിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, സെക്യൂരിറ്റി കൺസേൺസ് ചിന്തിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ചില കാര്യം ഔട്ട്സോഴ്സിംഗ്. അതായത് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ്സുകൾക്ക് ഇപ്പോൾ പുതിയൊരു പുതുമയുള്ള ഒരു കോൺസെപ്റ്റാണ് ഔട്ട്സോഴ്സ് ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം A to Z ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു 10 ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 10 കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒന്ന് സെയിൽസ്, നെക്സ്റ്റ് പർച്ചേസസ്, പിന്നെ നമുക്ക് എടുക്കാം മാനുഫാക്ചറിങ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10 യൂണിറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. നമുക്ക് അഡ്വർടൈസിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങനെ 10 കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴത്തെ ഒരു ബിസിനസ് യൂണിറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇവർ തന്നെ ചെയ്യണം. ചിലപ്പം ചില ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ്സ്, മാർക്കറ്റിംഗ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഇത് തേർഡ് പാർട്ടിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതായത് ഒരു പേയ്മെന്റ് അവർക്ക് കൊടുത്തുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഒരു തേർഡ് പാർട്ടിക്ക് അവർ ഏൽപ്പിച്ചു കൊടുക്കും. വേറെ ഒരു കമ്പനി അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാപനത്തിന് അവർ ഈ കരാർ കൊടുക്കും. അതായത് ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ അഡ്വർടൈസിങ്ങും മാർക്കറ്റിംഗും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എല്ലാ ജോലികളും ഒരാൾ തന്നെ അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ ചെയ്താൽ അത് അവർ തീർച്ചയായും ടൈമിന്റെ ലോസ് ഉണ്ടാവും, കോസ്റ്റിന്റെ ലോസ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ. അതിനേക്കാളും മെച്ചം അവർ നോക്കുന്നത് കുറച്ചൊക്കെ ജോലികൾ എന്ത് ചെയ്യും, അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ ഏൽപ്പിക്കുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കുറെയൊക്കെ പ്രൊഡക്റ്റീവായിട്ട് മറ്റു കാര്യങ്ങളിലോട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ അപ്രീഷിയേറ്റ് ദ സ്കോപ്പ് ഓഫ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. നമ്മൾ ഈ ബിസിനസ് പ്രോസസ്സുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന്റെ ആ ഒരു സ്കോപ്പ്, അത് എന്തുമാത്രം പ്രാക്ടിക്കൽ ആണ്, നമുക്ക് ആപ്ലിക്കബിൾ ആണ് എന്നൊക്കെയുള്ളതിനെ പറ്റി പഠിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇൻട്രൊഡക്ഷൻ ആണ് ഏറ്റവും ആദ്യമേ. ഇൻട്രൊഡക്ഷനിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 മെയിൻ കോൺസെപ്റ്റ് ആണ്. ഏറ്റവും ആദ്യത്തേത് നമുക്കറിയാം, ഇപ്പം നമ്മുടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ടെക്നോളജി ഇത്രയും വളർന്നത് അല്ലെ. നമുക്കിപ്പോൾ അറിയാം, ഇപ്പം നമ്മൾ തന്നെ ഒരു ബാങ്ക് ആയ പോലെ നമുക്ക് തോന്നുന്നത് അല്ലെ. ഗൂഗിൾ പേ നമ്മുടെ കയ്യിലുണ്ട്, Paytm നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വഴിയുള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാം, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാം അല്ലെ. ഒരു സാധനം നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ സെല് ചെയ്യാം, അതിനെ എപ്പോൾ വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം അല്ലെ. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചുരുങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. അപ്പം ഇതിനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴാണ് ഇതിനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബലൈസേഷൻ. ഇത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1991 വന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. വേൾഡ് മുഴുവൻ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് അല്ലെ, വേൾഡ് മുഴുവൻ ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്ന ഒരു രീതിയാണ് ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്രയും വേൾഡ് ഉണ്ട്, ഇത്രയും കൺട്രീസ് ഉണ്ട്, ഇവിടുന്നൊക്കെ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ ഇപ്പം പർച്ചേസ് ചെയ്യിപ്പിക്കാം അല്ലെ. അപ്പം അതിൻ്റെതായ കോസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം,
അത് ചെയ്യാൻ പറ്റും. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് നമുക്കിപ്പോൾ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് കാണണമെന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെ റിലേറ്റീവ്സ് ആരെങ്കിലും വിദേശത്ത് നിന്ന് വന്ന് നമ്മുടെ അടുത്ത് വരുമ്പോഴായിരിക്കും അവർ നല്ല വാച്ചും പിന്നെ അതേപോലെ വിദേശത്തു നിന്നുള്ള മിഠായിയും പിന്നെ സാധനങ്ങൾ പെർഫ്യൂംസും ഇതെല്ലാം കൊണ്ടുവരിക. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? അല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊന്നും മേടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ടാസ്ക് അല്ല. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ആണെങ്കിലും സാധനങ്ങൾ അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പം അതാണ് ഗ്ലോബലൈസേഷൻ വഴി വന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. ഹോൾ വേൾഡ് ഇസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സിംഗിൾ മാർക്കറ്റ് പ്ലേസ് ആക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അറിയാലോ, നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമ്മൾ ടോട്ടലി ഡെവലപ്പ് ആയിട്ടൊന്നും ഇല്ല. എന്നാൽ പോലും നമ്മുടെ ഇവിടെ നടത്തുന്ന രണ്ട് രീതികളാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഇ ബിസിനസ്, ഇലക്ട്രോണിക് ബിസിനസ്. ഇനി അടുത്തതാണ് BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇലക്ട്രോണിക് ബിസിനസ് ആണ്. സാധാരണ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഇലക്ട്രോണിക്കലി നടത്തുന്നു എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ ബിസിനസ് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇ കോമേഴ്സ്. ഓക്കെ, അപ്പം ഈ രണ്ട് ടേംസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവ രണ്ട് സെയിം ആണോ? ഒരിക്കലും അല്ല. ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എഴുതാം. ബിക്കോസ് ഇത് ഈ ഒരു ഡിഫറൻസ് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അതേ സ്ഥാനത്ത് ഈ കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവ നമ്മുടെ അതിന്റെ സൊസൈറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അഡ്വർടൈസിംഗ് ഉണ്ട്, മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കമ്പനിയും ആ സൊസൈറ്റിയുമായിട്ട് ഡീലിംഗ്സ് നടത്തുന്നതിനാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാളും വലിയൊരു കോൺസെപ്റ്റ് ആണ്, ബ്രോഡർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ബിസിനസ്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനേക്കാളും ബിഗർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ കൊമേഴ്സ് അല്ലെങ്കിൽ സോറി ഈ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ബേസിക്കലി ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരിക. നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു എന്തൊക്കെയാ ഇൻഡസ്ട്രി, ട്രേഡ്, കൊമേഴ്സ് എന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ബിസിനസിന്റെ അകത്ത് വരുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്. ഇനി എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാലത്ത് എല്ലാം ഇലക്ട്രോണിക്കലി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാലത്തിൽ തീർച്ചയായും ഇലക്ട്രോണിക്കലി ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പം നടക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പോസിബിൾ കാര്യം അല്ലെ. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്യാം, ട്രാൻസാക്ഷൻസ് നടത്താം. ഇതെല്ലാം എന്താണ് ഈ ബിസിനസിന്റെ ഓരോ അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ചില ബിസിനസ് മോഡൽസ് ആണ്. ഓക്കെ, അപ്പം ഇനി ഏതൊക്കെ ബിസിനസ് മോഡൽസ് ഉണ്ട്? അപ്പൊ ഏറ്റവും ആദ്യത്തെ നോക്കുക B2B കോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുക? B2B എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ബിസിനസ് ടു ബിസിനസ് മോഡലാണ്. ബിസിനസ് ടു ബിസിനസ് മോഡൽ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്കറിയാം ഒരു ബിസിനസ് നടത്തുമ്പോഴത്തേക്കും അവിടെ ഒരു സെല്ലർ കാണും അല്ലെ, ഒരു സേവനം അല്ലെങ്കിൽ ഗുഡ്സ് സെല് ചെയ്യുന്ന സെല്ലർ കാണും. ഇനി അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ കാണും എന്ന് നമുക്ക് അറിയാം അല്ലെ. ഒരു സെല്ലർ കാണും, ഒരു സെല്ലർ ഫേം ആവാം, സെല്ലർ വ്യക്തിയാവാം, ആരും ആവാം. ഓക്കെ, സെല് ചെയ്യുന്ന ഒരു ആൾ കാണും, അതേപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയോ ഒരു ഫേമും കാണും എന്ന് നമുക്ക് അറിയാം. സെല്ലർ എന്ത് ചെയ്യുന്നു? സെല്ലർ ഗുഡ്സ് ആണോ അല്ലെങ്കിൽ സർവീസ് ആണോ കസ്റ്റമറിന് കൊടുക്കുന്നു, കസ്റ്റമർ അതിന് പകരമായിട്ട് എമൗണ്ട് പേ ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിൽ B2B ബിസിനസ് മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ സെല്ലർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫേം ആയിരിക്കും, അതേപോലെ കസ്റ്റമർ എന്ന് പറയുന്നവരും ഒരു ബിസിനസ് ഫേം ആയിരിക്കും. അപ്പം ഇത് എങ്ങനെയാണ് എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക? ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലോട്ട് അങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുമോ? അങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുക അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, അതിനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു ഹോൾസെയിലർ. അപ്പോൾ ഈ ഹോൾസെയിലറിന് നമുക്ക് എക്സാമ്പിൾ എടുക്കാം ബാറ്റ. ഓക്കെ, ബാറ്റ കമ്പനി അറിയാലോ, ഷൂവിന്റെ ബ്രാൻഡാണ് ബാറ്റ, ഫേമസ് ബ്രാൻഡാണ്. അപ്പോൾ ഈ ഹോൾസെയിലർ എന്ത് ചെയ്യാണ്? ഹോൾസെയിലർ ബാറ്റ അല്ല മാനുഫാക്ചർ ചെയ്യുന്നത് ഓർത്തോണം. ഓക്കെ, മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളുടെ മേളിൽ ബാറ്റ എന്ന് നമ്മൾ കണ്ടാൽ ബാറ്റയുടെ ഷൂ ആണ്, ബാറ്റയുടെ പേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് ബാറ്റ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ബാറ്റ എന്ന് പറഞ്ഞ കമ്പനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് കമ്പനി നമ്പർ 1 ആണെന്ന് നമുക്ക് അറിയാം. ഇവര് വെബ്സൈറ്റ് വഴി, ഓക്കെ, വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പല സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ ബൾക്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അവരുടെ സൈറ്റ് വഴി അവരുടെ എന്താണ് ഓർഡർ പ്രോസസ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് എത്രയാണ് 100 പോട്ടെ 1000 ഷൂസ് എന്ത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ പ്രോസസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ബിസിനസ് സ്ഥാപനം ഏതായിരിക്കും? ചിലപ്പം ബാറ്റയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആയിരിക്കും ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്കത് സ്ഥാപനം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഓരോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ ഒക്കെ ആവാം, വ്യക്തികളോ ഒക്കെ ആവാം. അവരെന്താണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 1000 ഷൂ വേണം എന്ന് പറഞ്ഞാൽ 1000 ഷൂ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ജോലി മാത്രമാണ് അവർ. പിന്നെ ബാറ്റയുടെ ഉത്തരവാദിത്തമാണ് അതിന് വേണ്ടി ലേബൽ ഒട്ടിക്കുക, ബാറ്റയുടെ ലേബലൊക്കെ ഒട്ടിക്കുക, പ്രൈസ് ഇടുക, ബോക്സിലിട്ട് പാക്ക് ചെയ്യുക എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി കസ്റ്റമറിന്റെ അടുത്ത് കിട്ടുമ്പോൾ എന്താണ് നമ്മൾ നോക്കുമ്പോൾ ഓ ബാറ്റയുടെ ഷൂ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടെ നടക്കും അല്ലേ. അപ്പം ഇതെന്താണ് നമ്മൾ കിട്ടുമ്പോഴത്തേക്കും ബാറ്റയുടെ ഒറിജിനൽ ഷൂ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആരായിരിക്കാം? വേറെ ഒരു ബിസിനസ് യൂണിറ്റ് ആയിരിക്കാം. ബാറ്റ എന്ത് ചെയ്യും? അവർക്കുള്ള വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ ഓർഡർ പ്രോസസ് ചെയ്യും. 1000 ഷൂവിനുള്ള ഓർഡർ പ്രോസസ് ചെയ്തു. ഇനി ആ ഷൂ ഒക്കെ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓർഡർ റെഡി ആയി കഴിയുമ്പോൾ അവർ ബാറ്റ എന്ന് പറഞ്ഞ കമ്പനിയിലോട്ട് അയച്ചു കൊടുക്കും. ഓക്കെ, അവരുടെ റിക്വയർമെന്റ് അതിനുള്ള പൈസ സ്വാഭാവികമായിട്ടും ബാറ്റ എന്ന് പറഞ്ഞ കമ്പനി അവർക്ക് പേ ചെയ്യും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബാറ്റ എന്ന് പറഞ്ഞ കമ്പനി അടുത്ത് ഷൂ മാത്രമായിട്ട് കിട്ടിയാൽ മതിയോ? ഇല്ല, അതിന് നന്നായിട്ട് പാക്കേജ് ചെയ്ത് ലേബലൊക്കെ ഒട്ടിച്ച് അല്ലെ പ്രൈസ് ഒക്കെ ഇട്ട്
അപ്പൊ ഇവിടെ ഒരു ഷൂവിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ചാർജ് ചെയ്യുന്നത് 10 രൂപയാണെങ്കിൽ ബാറ്റയുടെ കമ്പനിയും ബ്രാൻഡ് നെയിമും ലേബലിംഗും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് അവർ ചാർജ് ചെയ്യുന്നത് 10ന്റെ ഒപ്പം ഒരു 2 പൂജ്യം കൂടി ഇട്ട് 1000 ആയിരിക്കും അല്ലെ. ബാറ്റയുടെയും പിന്നെ അതേപോലെ വുഡ്ലൻഡ്സിന്റെ ഒക്കെ ഷൂയുടെ റേറ്റുകളൊക്കെ അറിയാലോ ഏകദേശം. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, B2B ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ബിസിനസ് യൂണിറ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബിസിനസ് യൂണിറ്റ് 1 ഉണ്ട്, ബിസിനസ് യൂണിറ്റ് 2 ഉണ്ട്. അപ്പൊ ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് മെയിൻ ആയിട്ടും 2 ബിസിനസ് യൂണിറ്റുകൾ തമ്മിലാണ്. ഈ അടുത്ത് നമുക്ക് കാണാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ B2C കോൺസെപ്റ്റ്. B2C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം നമുക്കറിയാം B2B എന്ന് പറയുമ്പോൾ ബിസിനസ് ടു ബിസിനസ് ആണെങ്കിൽ B2C എന്ന് പറയുന്നത് ബിസിനസ് ടു കസ്റ്റമർ ആണ്. ബിസിനസ് ടു കസ്റ്റമർ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ വേ ട്രാഫിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു വൺ വേ മോഡലാണ്. അതായത് സാധാരണ നമ്മുടെ ബിസിനസ് യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, പാക്കേജ് ചെയ്യുന്നു, എല്ലാം ചെയ്തിട്ട് അത് ആർക്ക് അയച്ചു കൊടുക്കുന്നു? അത് കസ്റ്റമറിന്റെ അടുത്തോട്ട് സെല് ചെയ്യും. ഇതാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു മോഡൽ. ഓക്കെ, സാധനങ്ങൾ കസ്റ്റമർക്ക് സെല് ചെയ്യുന്നു, കസ്റ്റമർ അതിന് പകരം ഒരു റെമ്യൂണറേഷൻ പേ ചെയ്യുന്നു തിരിച്ച്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇതിന്റെ ഒപ്പം തന്നെ കാണാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, അതായത് C2B. നമ്മൾ പറഞ്ഞു ഇതൊരു വൺ വേ ട്രാഫിക് ആണെന്ന് പറഞ്ഞു അല്ലെ, വൺ വേ മോഡലാണെന്ന് പറഞ്ഞു. ഇവിടെ കസ്റ്റമർ എന്തുണ്ട്? ഈ സാധനം ഇവർ എന്ത് സെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്യുന്നു അത് കസ്റ്റമർ മേടിക്കുക എന്നുള്ളതേ ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് C2B എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് കസ്റ്റമർ ടു ബിസിനസ്. അതായത് കസ്റ്റമർ എന്തെങ്കിലും സെല് ചെയ്യുന്നു എന്നല്ല, ഇവിടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. അത് ഏത് സിറ്റുവേഷൻ ആണ്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ സെല്ലർ. ഓക്കെ, ബിസിനസ് യൂണിറ്റ് ആണ് ഓർക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ടീഷർട്ട് പർച്ചേസ് ചെയ്തേക്കാം. ഓക്കെ, ടീഷർട്ട് നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവർക്ക് താല്പര്യം തോന്നിയില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലത്തെ സാധനം അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണ്ടത്തെ പോലെ ഇത് തിരിച്ചയക്കാൻ പറ്റില്ല എന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? കസ്റ്റമർ ഫുള്ളി എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും റിട്ടേൺ അടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ റിട്ടേൺ അടിക്കുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിട്ടേൺ അടിക്കുന്ന ഐറ്റം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കയറും, റൈറ്റ്? അപ്പോൾ ഇവിടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് C2B മോഡൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പം ഇതിന് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെന്ററുകൾ എന്ന് പറയുമ്പോഴത്തേക്കും BPOs ആണ്. BPO നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞു, നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അവരുടെ നമ്പറിൽ വിളിക്കും അല്ലേ. അവരുടെ നമ്പർ എന്ന് വിളിക്കുമ്പോൾ നേരെ ഫ്ലിപ്കാർട്ടിന്റെ ആൾക്കാരാണോ എടുക്കുന്നത്? അല്ല, അവര് BPO ഏജൻസ് ആണ്. അവരാണ് നമ്മുടെ കോൾ സെന്റർ യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, കോൾ സെന്ററിലോട്ടാണ് നമ്മുടെ കോൾ പ്രോസസ് ചെയ്യുന്നത്. അവർ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഏജന്റ് മാത്രമാണ്. ഈ ക്വയറീസും പ്രോബ്ലത്തിനെയൊക്കെ ഡീൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന തേർഡ് പാർട്ടിയാണ് ഈ കോൾ സെന്ററുകൾ. അപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിന്റെ ക്വയറീസ് എല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത് കസ്റ്റമറിന്റെ അടുത്ത് പോകുന്നത് നേരെ കോൾ സെന്ററിലോട്ടാണ്. എന്നിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിനെ മാത്രം അവർ ഫ്ലിപ്കാർട്ടിലോട്ട് അയക്കും. അങ്ങനെ അയച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ജെന്വിൻ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവർ ഈ പറഞ്ഞ റിട്ടേൺ പ്രോസസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ടു ബിസിനസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ബിസിനസ് മോഡൽ പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഇൻട്രാ ബി കൊമേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇത് കുറച്ചുകൂടി ബിഗർ ആയിട്ടുള്ള ഫേംസിന് വേണ്ടിയിട്ടാണ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിതിൻ അല്ലെങ്കിൽ എന്താണ് ബിറ്റ്വീൻ എന്നൊക്കെ നമുക്ക് രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ രണ്ട് ഡിഫറെന്റ് സ്കൂൾസ് തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് നമുക്ക് വിളിക്കുന്നത്. ഇനി ഇൻട്രാ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രാ സ്കൂൾ എന്ന് വെച്ചാൽ ഒരേ ഒരു സ്കൂളിന്റെ ഉള്ളിൽ തന്നെ വരുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇൻട്രാ സ്കൂൾ എന്ന് നമ്മൾ പറയും, റൈറ്റ്? സോ ഇവിടെയും ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസ് യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഡീലിംഗ്സ്, ട്രാൻസാക്ഷൻസ് അല്ലെ കൊമേഴ്സ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എന്തിനാ ബേസിക്കലി കണ്ടക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഈ പറയുന്ന സെയിൽസ് ഡിപ്പാർട്ട്മെന്റും പർച്ചേസസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ മത്സരം പോലെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരും അല്ലെ. പിന്നെ അതേപോലെ ട്രാൻസാക്ഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇൻട്രാ ബി കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ഏതൊക്കെ രീതിയിലാവാം? ഫോർ എക്സാമ്പിൾ VPN ഫെസിലിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാലാണെങ്കിലും എംപ്ലോയീസിന് ഓഫീസിലോട്ട് വന്ന് കുത്തിയിരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം അവർക്ക് വർക്ക് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെ. അവർക്ക് വർക്ക് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാം, അവരുടെ ടൈമും കൺവീനിയൻസ് ഒക്കെ വെച്ച് ചെയ്യാം. ഈവൻ നമുക്കറിയാം വീഡിയോ കോൾസ്, ടെലികോൺഫറൻസിംഗ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാ കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഇൻട്രാ ബി കൊമേഴ്സ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയാണോ? ഒരിക്കലും അല്ല. പണ്ടത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്ലോയി രാവിലെ പോയി വർക്ക് ചെയ്യുന്നു, അയാളുടെ സാലറി വരുന്നു അല്ലെ മാസാവസാനം, അങ്ങനെയാണ് പൊതുവെ ഒരു സിസ്റ്റം. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്? ഇപ്പം 9 to 6 വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നതിന് പ്രാധാന്യമില്ല. അയാൾ എന്തുമാത്രം പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അത് 2 മണിക്കൂർ അയാൾ തീർത്താൽ അത്രയും നല്ലത്, അയാൾ 10 മണിക്കൂർ എടുത്താൽ അത്രയും പുള്ളിക്ക് തന്നെ നല്ലത് അല്ലെ. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ആ ഒരു വർക്കിംഗ് അവേഴ്സും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർത്ത് ആയിട്ടുള്ള ഒരു മോഡലാണ് C2C കൊമേഴ്സ് അല്ലെങ്കിൽ C2C ബിസിനസ് മോഡൽസ്. C2C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം കസ്റ്റമർ ടു കസ്റ്റമർ. ഈ ഒരു മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? എപ്പോഴായിരിക്കും കസ്റ്റമർ തന്നെ സാധനം സെൽ ചെയ്യുന്നു, പക്ഷേ മറ്റൊരു കസ്റ്റമറിന് കൊടുക്കുന്നു. അത് എങ്ങനത്തെ ഒരു മോഡലായിരിക്കാം അല്ലെ. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ അറിയാം OLX അല്ലെ. OLX എന്ന് പറയുന്ന ഒരു കമ്പനി അറിയാം നമുക്ക് അല്ലെ. ആ ഒരു ബ്രാൻഡ് നെയിം അറിയാത്ത ആരും ഇല്ല. ഇവിടെ എന്ത്
എന്ത് ചെയ്യാണ് ഇവിടെ ഈവൻ eBay എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇവിടെ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു വെബ്സൈറ്റ് ആണ് eBay. പിന്നെ അതേപോലെ നമ്മൾ OLX അറിയാൻ മേലാത്ത ആരും തന്നെ കാണില്ല അല്ലെ. OLX പറയുന്നത് എന്താണ്, അവിടെ ഒരു കസ്റ്റമർ ഇപ്പൊ നമ്മുടെ അടുത്ത് നമ്മൾ കസ്റ്റമർ നമ്പർ 1 ആണെന്ന് വെച്ചു, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു പഴയ കാറുണ്ട്, നമ്മൾ OLX ഇടുകയാണ്. എന്ത് OLX സ്വാഭാവികമായിട്ട് ഒരു ഇന്റർമീഡിയറി ആണ്, എന്നാലും സാരില്ല, ഇവിടെ വേറെ ഒരു നല്ല എക്സാമ്പിൾ എടുക്കാൻ മാത്രം ഇല്ല. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് കാർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കാർ നമ്മൾ OLX ഇടുകയാണ്. എത്രയാണ്, 1 lakh rupeesന്റെ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൈസ് വിട്ടു. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ കസ്റ്റമർ നമ്പർ 1 ആണ് അല്ലെ, നമ്മൾ ഈ കാർ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചാണ്. ഇനി നമ്മൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും എന്താണ്, നമ്മുടെ അടുത്ത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതും മറ്റൊരു കസ്റ്റമറാണ്. അപ്പം ആ കാർ അവർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താണ്, കസ്റ്റമർ ടു കസ്റ്റമർ ബിസിനസ് മോഡലാണ്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ ഇലക്ട്രോണിക്കലി ബിസിനസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, നിങ്ങളൊക്കെ ആണെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്, സെൽ ചെയ്യാറുണ്ട്, റൈറ്റ്. സോ അപ്പൊ എന്തൊക്കെയാവാം, ഇത് അഡ്വാൻറ്റേജസ് ആണോ അതോ അതൊരു പ്രശ്നക്കാരനാണോ ഇലക്ട്രോണിക്കലി ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. പല പല ഫ്രോഡുകളുണ്ട്, അപ്പൊ അതൊക്കെ നല്ലതാണോ അതോ നമുക്ക് ട്രഡീഷണലി നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്ന രീതി തന്നെയാണോ ബെസ്റ്റ്, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് അല്ലെ. സോ നമുക്ക് ജസ്റ്റ് ജഡ്ജ് ചെയ്യാം വെദർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ് ബെനിഫിഷ്യൽ ആണോ, അല്ലെങ്കിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പ്രൊഡക്റ്റീവ് ആണോ. അപ്പൊ ഏറ്റവും ആദ്യമേ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് ആണ് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ലോവർ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ്. അതായത് നമുക്ക് ഈസിലി ഫോം ചെയ്യാൻ പറ്റും ഇലക്ട്രോണിക് ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. ഇപ്പൊ നമ്മൾ നോക്കിയ പല സൈറ്റുകളുണ്ടല്ലോ, ഏതൊക്കെയാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ളത്, ആമസോൺ ഉണ്ട്, പിന്നെ ഏതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ സൈറ്റുകൾക്കൊക്കെ എന്ന് പറയുമ്പോൾ വലിയ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുവാണ് കല്യാൺ സിൽക്സ്. ഓക്കെ, കോട്ടയത്തൊക്കെ കല്യാൺ സിൽക്സിന്റെ ഷോപ്പിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏക്കർ കണക്കിനായിരിക്കും ആ സ്ഥലം കിടക്കുന്നത് അല്ലെ. അതിവിശാലമായിട്ട് ഇങ്ങനെ പല ഫ്ലോറിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ തന്നെ അതിന്റെ റെന്റ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, പിന്നെ ഓരോ എത്ര ആൾക്കാരുണ്ട് അല്ലെ സർവീസിന് കൊടുക്കുന്ന സാലറി. അപ്പം ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ട്രഡീഷണലി ബിസിനസ് നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. ഓക്കെ, ബിസിനസ് ട്രഡീഷണലി നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു കോസ്റ്റ്ലി അഫെയർ ആണ് പല കാരണം കൊണ്ടും. മറിച്ച് നമ്മളിപ്പോൾ ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ സ്ഥാപനം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇവർ ശരിക്കും ഇന്റർമീഡിയറീസ് ആണ് അല്ലെ. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇവർ എന്ത് ചെയ്യാണ്, ഇവർ വേറെ ഒരു സെല്ലേഴ്സിന്റെ അടുത്ത് നിന്ന് ഇവരുടെ സൈറ്റ് വഴി ഇവർ കസ്റ്റമറിനെ പിടിക്കുകയാണ്, റൈറ്റ്. അപ്പം സെല്ലർ സെല് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 10 രൂപയുടെ സാധനമായിരിക്കും. അപ്പൊ ഇപ്പോൾ ഇവരൊരു 12 രൂപയാക്കി കസ്റ്റമറിന്റെ അടുത്ത് കൊടുക്കുകയാണ്, 12 രൂപ. അതേ സ്ഥാനത്ത് ഒരു ട്രഡീഷണൽ ബിസിനസ് അവർ മേടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ സാധനത്തിന്റെ വില 12 പോയിട്ട് 20 രൂപയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് കസ്റ്റമർ എന്ത് ചിന്തിക്കും, ഇത് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് സാധനം ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും രൂപയുടെ ഡിഫറൻസ് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഈ ട്രഡീഷണൽ ഫോം ഓഫ് ബിസിനസ്സിന് പോകണം, എനിക്ക് എന്ത് ചെയ്താൽ മതി, ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് കസ്റ്റമർ എന്ത് ചെയ്യും, ഈ ഒരു മെത്തേഡ് തന്നെ ചൂസ് ചെയ്തുള്ളൂ. ഇതാണ് ബേസിക്കലി മോഡേൺ ഫോം ഓഫ് ബിസിനസ്സിൽ നടക്കുന്നത്, ഓൺലൈൻ ഫോം ഓഫ് ബിസിനസ്സിൽ നടക്കുന്നത്. അപ്പൊ ഈ ആമസോൺ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് എന്തിന്റെ ആവശ്യമില്ല, അവർക്ക് ഇത്രയും വലിയ വലിയ ഗോഡൌൺസിന്റെയോ എന്താണ് അത്രയും ഹെവി സ്റ്റാഫ് അല്ലെങ്കിൽ അത്രയും ഹെവി ഇലക്ട്രോണിക്സിന്റെയോ ഇതിന്റെ ഒന്നും ആവശ്യം അത്ര അധികം വരുന്നില്ല ഒരു ട്രഡീഷണൽ ബിസിനസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ച് മതി. ബിക്കോസ് നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്, ഇതെല്ലാം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് കൺവീനിയൻസിന്റെ കാര്യം. കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു എളുപ്പം, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് പ്രോസസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പം നമുക്കിപ്പോൾ ഒരു ട്രഡീഷണൽ ഷോപ്പിൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ. ഒന്നെങ്കിൽ നമുക്ക് ഷോപ്പ് തുറക്കുന്നത് 10 മണി തൊട്ട് 7 മണി വരെ ആയിരിക്കും. അപ്പൊ 7 മണി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കുമോ, ഇല്ല അല്ലെ, അവർ സമ്മതിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൺലൈൻ ആയിട്ട് നോക്കുകയാണെങ്കിലോ അവിടുത്തെ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് 24/7 അല്ലെ. 24/7 എന്ന് വെച്ചാൽ ഓൾ ടുഗദർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം. പാതിരാത്രി എണീറ്റ് നമുക്ക് തോന്നുകയാണ്, അയ്യോ നാളത്തേക്ക് നമുക്ക് ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 1 ഡേ ഡെലിവറി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നുകയാണ്, പാതിരാത്രി എണീറ്റപ്പോൾ തോന്നുകയാണ്, അയ്യോ ഒരു സാധനം ഓർഡർ ചെയ്തേക്കാം, അതാകുമ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്താൽ നാളത്തേക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്താലോ, ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യുമോ, ഇല്ല. നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള സാഹചര്യമാണെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഇത് ഓർഡർ പ്രോസസ് ചെയ്യാം. ഇനി മൂന്നാമത്താണ് സ്പീഡ്. അതിനെപ്പറ്റി പറയണ്ടല്ലോ അല്ലെ. ഏറ്റവും സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ നാലാമത്തെ കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ റീച്ച് ഓർ ഗ്ലോബൽ ആക്സസ്. ഇപ്പൊ ഗ്ലോബലി റീച്ച് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ താഴെ അതിന്റെ ആ ഒരു ഒറിജിൻ എവിടെയാണെന്ന് കാണിക്കും. ഇപ്പം ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇന്ത്യൻ വേർഷനും ഉണ്ട്, അതേപോലെ തന്നെ US ബേസ്ഡ് വേർഷൻസും ഉണ്ട്. പല കൺട്രീസിനും അവർക്ക് അവരുടേതായ വേറെ വേറെ സൈറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഷോപ്പിൽ എവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് സൈറ്റുകളിൽ കയറിയിട്ട് നമുക്ക് ചെയ്താൽ മാത്രം മതി. തീർച്ചയായും നമ്മൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതും മറ്റ് കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം കാണും, എമൗണ്ടിന് എന്തായാലും വ്യത്യാസം കാണും. പക്ഷെ എന്നാൽ പോലും അവിടുത്തെ വ്യത്യാസം എന്താണ്, അത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നമ്മൾ അതിന് പോകും. നമുക്കത് ഗ്ലോബൽ സാധനം കിട്ടിയാൽ മതി എന്നാണെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ ആണ്. ഇനി അടുത്താണ് മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പണ്ടത്തെ ഒരു ടൈം പോലെയല്ല. നമുക്ക് ഇപ്പൊ എന്താണ്, ഇപ്പൊ എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഓൺലൈൻ മോഡിലാണ്, ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ടാണ് നമ്മുടെ ഗവൺമെന്റ് മൂവ് ചെയ്യുന്നത്. അപ്പം അതിന് സഹായിക്കുന്ന ഒരു വലിയൊരു ആക്ട് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. അതാണ് നമ്മുടെ IT ആക്ട് ഓഫ് 2000 എന്ന് പറയുന്നത്. IT ആക്ട് എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. അപ്പം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ IT ആക്ട് 2000 വഴിയാണ് ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻസും എല്ലാം നമുക്ക് സാധിക്കുന്നത്. ഇനി തീർച്ചയായും എല്ലാ കാര്യത്തിലും ഉണ്ട് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. അപ്പം ഇതിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യും. തീർച്ചയായും അപ്പോൾ ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കാണാം. ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ലോ പേഴ്സണൽ ടച്ച്. ഇനി ലോ പേഴ്സണൽ ടച്ച് എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്, ഇവിടെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമൈസേഷൻ പോസിബിൾ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊരു പരിധി വരെ നമുക്കത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മളിപ്പോൾ ട്രഡീഷണലി നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാന്ന് വെച്ചു, ട്രഡീഷണൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ അവർ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റിച്ച് ഒക്കെ ചെയ്ത് സാധനം അടിപൊളിയാക്കി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരും അല്ലെ. ഓൾട്ടർ ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ റെഡിയാക്കി നമുക്ക് തരും. ഇനി അതേപോലെ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കിട്ടണമെന്നുണ്ടോ, ഇല്ല. നമ്മുടെ അതേ ഒരു ടേസ്റ്റിലും പ്രിഫറൻസസിലും ഒന്നും
കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. അത് നമുക്ക് പാകമാണെങ്കിൽ ആയി എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഓൾട്ടർ ചെയ്ത് സ്പെഷ്യാലിറ്റി ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ബട്ട് എന്നാൽ പോലും പലപ്പോഴും കസ്റ്റമൈസ് ചെയ്യുന്ന സാധനങ്ങളും ഓൺലൈനായിട്ട് അവൈലബിൾ ആവാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ് ഇൻകൺഗ്രുവൻസ് ബിറ്റ്വീൻ ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിംഗ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെന്റ് സ്പീഡ്. അതായത് നമ്മൾ പറയുന്ന ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഫോം ഓഫ് ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, ഷോപ്പിൽ പോകുന്നു, സാധനം മേടിക്കുന്നു, തിരിച്ചു വരുന്നു. അല്ലെ, കൂടി പോയാൽ 20 മിനിറ്റ്സ് നമുക്ക് എടുക്കുമായിരിക്കും. അല്ലെ, കൂടി പോയാൽ ആ പ്ലേസിന്റെ അനുസരിച്ച് നമുക്ക് പോയാൽ മതി. നമ്മൾ കൊച്ചി വരിക പോകുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 1 അവർ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും. അല്ലെ, കൊച്ചിയിലെ ട്രാഫിക്കിലൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും. ബട്ട് സ്റ്റിൽ ഓക്കെയാണ്. നമ്മൾ ഓൺലൈൻ ഫോം ഓഫ് ബിസിനസ്സിലാണെങ്കിലോ നമുക്ക് എങ്ങനെ പോയാൽ പോലും പ്രൈം മെമ്പേഴ്സ് ആണെങ്കിലും എങ്ങനെ നമ്മൾ നോക്കിയാൽ പോലും അതൊരു 24 hours എങ്കിലും മിനിമം എടുക്കാതിരിക്കുകയില്ല. അല്ലെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ബട്ട് എന്നാലും പ്രശ്നമില്ല, നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരികയില്ല. പക്ഷെ നമുക്ക് അർജന്റ് ആയിട്ട് വേണ്ട ഗുഡ്സിന്റെ കാര്യമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതൊരു ബാരിയർ തന്നെ. ഇനി അടുത്താണ് നീഡ് ഫോർ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ആൻഡ് കോമ്പറ്റൻസ് ഓഫ് പാർട്ടീസ് ടു ഈ ബിസിനസ്. അപ്പം ട്രഡീഷണൽ ബിസിനസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ് അല്ലെങ്കിൽ നേരിട്ട് ഒരു ഷോപ്പിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ അവിടെ 3R എന്ന് പറയും, RRR അല്ലെ. അപ്പൊ 3R ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? റീഡ് ചെയ്യുക, റൈറ്റിംഗ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ അരിത്തമാറ്റിക്, അതായത് കാൽക്കുലേഷൻ. അല്ലെ, നമ്മൾ കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ നോക്കി വായിച്ച് റീഡ് ചെയ്ത് ആവശ്യം പോലെ എന്തെങ്കിലുമൊക്കെ റൈറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുക്കാനാണെങ്കിൽ കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ ഫോം ഓഫ് ബിസിനസ്സിൽ നടത്തുന്നത്. ഇനി ഈ കാര്യങ്ങൾ ഇല്ലേ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത്യാവശ്യം ട്രഡീഷണൽ ബിസിനസ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെ, നമുക്ക് പല ആൾക്കാരെയും കണ്ടിട്ടില്ലേ, അവർക്ക് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് ഇഷ്ടമായിരിക്കില്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ നിരത്തി പിടിച്ച് എല്ലാം ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതെല്ലാം പോയി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സുകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എന്താണ്, അവിടെ ഒരാൾ അവിടെ വെണ്ടറായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിലോട്ട് സാധനം പറയും. നമ്മൾ റിക്വയർമെന്റ് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് എടുത്ത് തരുന്നതായിരിക്കും അവരെ സംബന്ധിച്ച് ഈസി ടാസ്ക്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്, ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് അത് എളുപ്പമാണ്. പക്ഷേ ഇന്റർനെറ്റിൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും അവിടെ നമുക്ക് വേണ്ടിയിട്ട് ആരും ഈ റീഡ് റൈറ്റ് അരിത്തമാറ്റിക് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ തന്നെ സാധനങ്ങളെ കമ്പയർ ചെയ്യണം, അതിന്റെ കമ്പാരിസൺ നടത്തണം, അതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് വർക്ക് നടത്തണം. ഈ സാധനം എനിക്ക് വേണോ വേണ്ടയോ, ഇത് നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ, റിവ്യൂ ഉള്ളതാണോ, ഇതെല്ലാം നോക്കിയിട്ടൊക്കെ നമ്മൾ നേരിട്ട് സാധനം പർച്ചേസ് ചെയ്യുക ചെയ്യുന്നത്. അല്ലെ, അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു ലിറ്ററസി ഇല്ല, നമുക്ക് ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പലപ്പോഴും ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻസിൽ പ്രോബ്ലം വരാറുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്, ഒരു കാർ മേടിച്ചോ നിങ്ങൾ 10 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, അതിലോട്ടൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കും. കൂടിപ്പോയി നമുക്ക് ക്ലിക്ക് ചെയ്താലല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം അത് പല രീതിയിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ സ്പാമോ ഒക്കെ ആവാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രഡീഷണൽ ബിസിനസ്സിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 4th പോയിന്റ് ആണ് പറയുന്നത് ഇൻക്രീസ്ഡ് റിസ്ക് ഡ്യൂ ടു അനോണിമിറ്റി ആൻഡ് നോൺ ട്രേസബിലിറ്റി ഓഫ് പാർട്ടീസ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെയും സെയിം ഒരു കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ അനോണിമസ് ആണ്. അതായത് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നു, അല്ലെ, നല്ലൊരു ചുരിദാർ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കാണുന്നു, നമ്മൾ ചാടി അതിൽ കയറി ക്ലിക്ക് ചെയ്യുന്നു, അതിൽ ചോദിച്ചിരിക്കുന്ന OTP ഡേറ്റയോ ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് പലപ്പോഴും ഇത് ഫ്രോഡ്സ്റ്ററും ആവാം, ഫ്രോഡ് ആയിട്ടുള്ള ചിലപ്പം ചില അഡ്വർടൈസ്മെന്റ്സും ഒക്കെ ആവാം, നമ്മുടെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടാം അവിടെ. പിന്നെ പലപ്പോഴും ആണെങ്കിൽ നമ്മൾ അൺനോൺ ആയിട്ടുള്ള ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ സാധനം പ്രോപ്പറായിട്ട് കിട്ടണം എന്നില്ല, ചിലപ്പം പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അതുപോലെ മെച്ചമാവണമെന്നില്ല, പിന്നെ അവരുടെ റിട്ടേൺ പോളിസീസ് ശരിക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടാവും. അപ്പം നമുക്ക് അതിന്റെ ഒരു തേർഡ് പാർട്ടിനെ ട്രേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മളിപ്പം ചില ആമസോൺ അങ്ങനത്തെ സൈറ്റുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ട്രസ്റ്റ് വർത്തിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് സെല്ലറിന്റെ അടുത്ത് അവർ കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറ്റം പറയുന്ന ആരോടായിരിക്കും? സെല്ലറിനെ കണ്ടുപിടിച്ചല്ല പറയുന്നത്, നമ്മൾ മറിച്ച് പറയാൻ പോകുന്നത് ആമസോണിനോടായിരിക്കും. അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആമസോണിനോടായിരിക്കും പറയുക. ആമസോൺ ആയിരിക്കും സെല്ലറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഡീൽ ചെയ്ത് നമുക്ക് ഇതിന്റെ റീഫണ്ട് തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രസ്റ്റ് വർത്തി അല്ലാത്ത സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈറസിന്റെയും ഹാക്കിങ്ങിന്റെയും ഒക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എത്തിക്കൽ ഫോളോ ഔട്ട്സ്. എത്തിക്കൽ ഫോളോ ഔട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് പലപ്പോഴും അറിയാം, നമ്മുടെ ഈ ഒരു ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിലോ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ മാത്രമല്ല കാണുന്നത്, അത് വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതായത് അത് നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പല ഹാംഫുൾ ആയിട്ടുള്ള സൈറ്റുകൾ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ ആക്സസ് ചെയ്യുന്നത് നമ്മൾ മാത്രം കാണുന്നു എന്നൊരു തെറ്റിദ്ധാരണയായിരിക്കും നമുക്ക്. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിനും ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകും നമ്മൾ. സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അതേപോലെ എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പം ഇതുപോലത്തെ ഡേറ്റ നെറ്റ്വർക്സിലൊക്കെ നമ്മൾ കയറി എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സൈറ്റുകളൊക്കെ ആക്സസ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ട്. സ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെയാണ് നമ്മൾ ചില കമ്പനീസിലൊക്കെ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പ്രൊഹിബിറ്റഡ് ആണ്. അവിടെ നമ്മൾ പോയി ഫേസ്ബുക്ക് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഓപ്പൺ ചെയ്ത് വാങ്ങിച്ചിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ എംപ്ലോയർക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ട് പിടികിട്ടും, ഈ എംപ്ലോയി ഇന്നത് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പ്രൈവസിയിലോട്ട് കൈകടത്തുന്ന പോലെ തോന്നും. പക്ഷേ ഇത് പ്രൈവസിയിലോട്ട് കിടക്കുന്നതല്ല. ദാറ്റ് ഇസ് കോൾഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഇതിനെ പറയുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഡേറ്റ ചോർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പനിയുടെ ഓരോ റൂൾസ് പ്രകാരമാണ്, കമ്പനിയുടെ ഡ്യൂട്ടീസിനെയും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസിനെയും
പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇപ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ എഴുതുക, നമ്മുടെ ബേസിസ് എഴുതുക, പിന്നെ അതേപോലെ ട്രഡീഷണലും പിന്നെ ഇലക്ട്രോണിക് ഫോം ഓഫ് ബിസിനസ്സും എഴുതിയിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പൈറ്റ് ലിമിറ്റേഷൻസ്, അതായത് നമുക്ക് എത്രയൊക്കെ ലിമിറ്റേഷൻസ് എത്രയൊക്കെ ഡ്രോബാക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം ഇലക്ട്രോണിക്കലി ഇന്നത്തെ കാലത്ത് നമുക്ക് ഇലക്ട്രോണിക്കലി ബിസിനസ് നടത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതിപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഓരോ ട്രാൻസാക്ഷൻസ് ഗവൺമെന്റ് സൈറ്റിൽ കയറിയിട്ട് ഇപ്പം നമുക്ക് തന്നെ അക്ഷയ കേന്ദ്രം പോലെ പ്രവർത്തിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആധാറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ് നമുക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ തന്നെ കൈ വിരലിരിക്കുന്ന സാധനം, അതായത് എന്ത് ഡിവൈസാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം എത്രയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ന്യൂ ജെൻ ആസ്പെക്ട് തന്നെയാണ്, അതൊരു ഡെവലപ്പിംഗ് ആസ്പെക്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഓൺലൈൻ ട്രാൻസാക്ഷന്റെ സ്പെഷ്യാലിറ്റികൾ എന്ന് നമുക്ക് നോക്കാം. ഇനി ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ. ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യമേ നമ്മൾ അതാത് സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. അതായത് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അഡ്രസ്സോ എന്തെങ്കിലും അവർ പിടിച്ചെടുക്കും. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ അങ്ങനെ ഒരു സൈറ്റിലാണ് പോകുന്നതെങ്കിൽ അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ്, പിന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അക്കൗണ്ടിന്റെ ID കിട്ടും, പാസ്വേഡും കിട്ടും. അപ്പോൾ അത് സേവ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമതാണ് പ്ലേസിംഗ് ആൻ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക. ഓർഡർ പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സൈറ്റിന്റെ ഒരു ഓപ്ഷൻ വരും. എന്താണ് അതിന്റെ അകത്ത് ഷൂസ് കാണും, ബാഗ്സ് കാണും, പിന്നെ അതേപോലെ ടോയ്സ് കാണും, പിന്നെ അതേപോലെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് ഐറ്റംസ് കാണും, അങ്ങനെ പലതും കാണും. മെന്നിനുള്ളത് കാണും, വിമനുള്ളത് കാണും, പിന്നെ അതേപോലെ കിഡ്സിനുള്ളത് കാണും, ഹോം ഫർണിഷിംഗ്, അങ്ങനെ പല ഓപ്ഷൻസിൽ കുറേ സാധനങ്ങൾ കിട്ടും. സ്റ്റേഷനറി കാണും, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസും ഉണ്ട് അല്ലേ. അപ്പം കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ നിറഞ്ഞു തിങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഓൺലൈൻ സൈറ്റിന്റെ ഓർഡർ പ്രോസസിംഗ് സിസ്റ്റം. അപ്പോൾ ആ ഒരു ഗേറ്റ് വേ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം നമ്മൾ കണക്കുകൾ ഇത് ചിലപ്പം ഇപ്പോൾ ഒരു ടീഷർട്ട് നമ്മൾ സെലക്ട് ചെയ്തു, പിന്നെ ഇരിക്കട്ടെ ഒരു സൺഗ്ലാസസ്. ഓക്കെ, നമ്മളൊരു സൺഗ്ലാസ് ഓർഡർ ചെയ്തു, ടീഷർട്ട് ഓർഡർ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഒരു ജീൻസ് നമ്മൾ മേടിച്ചേക്കാം. ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, കാർട്ടിലോട്ട് ആഡ് ചെയ്യും. കാർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ്, നമ്മുടെ ഷോപ്പിംഗിന്റെ സഞ്ചി അല്ലേ, അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇനി കാർട്ടിലോട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലോ കാർട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗിന്റെ സഞ്ചിയാണ്, ഇത് ബാസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിലോട്ട് നമ്മൾ സാധനങ്ങൾ എടുത്തു വെച്ചു. ഇനി ഇത് എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്യുക. പേയ്മെന്റ് മോഡ് എന്ന് പറയുമ്പോൾ പല രീതിയിലാവാം. ഒന്നെങ്കിൽ അത് ഓഫ്ലൈൻ ക്യാഷ് ഓൺ ഡെലിവറി ആവാം, അതായത് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പൈസ കൊടുത്താൽ മതി, നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. UPI പിൻ വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പേയ്മെന്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് പേയ്മെന്റ് മെക്കാനിസം. പേയ്മെന്റ് മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പല ഓപ്ഷൻസ് നമ്മൾ പഠിക്കും. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ COD, ക്യാഷ് ഓൺ ഡെലിവറി. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അഡ്രസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ആൾ ഗുഡ്സുമായിട്ട് വരും, നമ്മുടെ മുന്നിൽ വന്ന് കഴിയുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പാടില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധനം പൈസ കൊടുത്ത് നമ്മൾ കൈപ്പറ്റും. ഇനി അടുത്തയാണ് ചെക്ക് പേയ്മെന്റ് വഴി. സാധാരണ ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൊന്നും കാണാറില്ലേ പോലും പല ഓപ്ഷൻസിലും, പല ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസിലും പല ഫീ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ചെക്ക്, DD ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാറ് ഉണ്ട്. അപ്പോൾ അത് അടുത്തൊരു ഓപ്ഷനാണ്. ഇനി അടുത്താണ് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ. ഇത് മോഡ് ഓഫ് പേയ്മെന്റ് ആണ് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ നമുക്ക് പറയാം. നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേം ആയിരിക്കാം. അതായത് നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നും നമുക്ക് പറയാം. അതായത് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ അവിടെ 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. IMPS, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസസ് സിസ്റ്റം, പിന്നെ അടുത്തത് നെഫ്റ്റ്, RTGS. അപ്പോൾ ഈ ഒക്കെ മാർഗ്ഗങ്ങൾ വഴി എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഓൺലൈൻ പേയ്മെന്റ് പോസിബിൾ ആക്കാം. ഇനി അടുത്തായിട്ടാണ് ക്രെഡിറ്റ് കാർഡ്, യൂസ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താ, ഈ ഒരു പേയ്മെന്റ് മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് മണി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. പോപ്പുലർലി നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വരുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പ്ലാസ്റ്റിക് മണി അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ് സിസ്റ്റം. സാധാരണ രീതിയിൽ നമ്മുടെ കാർഡിന്റെ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, അതിന്റെ കോഡുകൾ ടൈപ്പ് ചെയ്യുന്നു, നമ്മൾ ട്രാൻസാക്ഷൻസ് പ്രോസസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഡിജിറ്റൽ ക്യാഷ് അല്ലെങ്കിൽ ഡിജി ക്യാഷ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും അടുത്തൊരു പോപ്പുലർ മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വൈറ്റ് ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമുക്ക് ഡ്രാഫ്റ്റുകൾ നമ്മൾ എഴുതാറുണ്ട് അല്ലെ, ഡ്രാഫ്റ്റ് ഫ്രെയിം ചെയ്യാറുണ്ട് ചില ബാങ്കിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഫിസിക്കൽ ക്യാഷ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാങ്ക് SBI എന്ന് പറഞ്ഞ് എടുക്കാം. SBI നമ്മളിപ്പോൾ ഒരു ഡ്രാഫ്റ്റ് എടുക്കുകയാണ്, 50,000 റുപ്പീസിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളത് ഡിജിറ്റൽ മണി ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിലിരിക്കുക. നമ്മളൊരു ഫിസിക്കൽ ക്യാഷ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിജി ക്യാഷ്. ഇനി അടുത്താണ് നമ്മൾ അടുത്തൊരു മെയിൻ പോയിന്റ് ആണ് പഠിക്കാനുള്ളത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഈ ട്രാൻസാക്ഷൻസ്. അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകൾ ഈ പറഞ്ഞ ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് നോക്കിയാൽ കാണാം, ഈ റിസ്ക് നമ്മൾ പറയും, ഈ ബിസിനസ് റിസ്ക് നമുക്ക് വേണമെങ്കിൽ അതിന് നോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ബിസിനസ് റിസ്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ 3 ബ്രോഡ് കാറ്റഗറീസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയും. ഇനി അടുത്തതായിട്ട് ഡേറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്. അടുത്തതായിട്ട് ലാസ്റ്റ് ആയിട്ടാണ് ത്രെറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി റിസ്ക്. ഇതുപോലത്തെ ഈ 3 റിസ്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ട്രാൻസാക്ഷൻ റിസ്കിനെ പറ്റി നമ്മൾ ആദ്യമേ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനറിയാൻ പറ്റും. അവിടെ ഒരു പോയിന്റ് ആണ് ഡിഫോൾട്ട് ഓൺ ഓർഡർ ടേക്കിംഗ് ഓർ ഓർഡർ ഗിവിംഗ്. ഡിഫോൾട്ട് ഓൺ ഓർഡർ ടേക്കിംഗ് ഓർ ഓർഡർ ഗിവിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ എല്ലാവരും തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു. ഓക്കെ, ക്യാഷ് ഓൺ ഡെലിവറി ബേസിസിൽ നമ്മളൊരു ഗുഡ്സ് ഓർഡർ ചെയ്തു. അപ്പോൾ ആ ഗുഡ്സ് നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേക്കും അത് അവർ എന്ത് ചെയ്യും, അവർ ഇൻഫോം ചെയ്യും അത് ഡെലിവർ ആവുന്ന ഡേറ്റിൽ. ആ ഡെലിവർ ആവുന്ന ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ വേണ്ടെന്ന് പറയണം. അതായത് ആ ട്രാൻസാക്ഷൻ വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ
ഉണ്ടാവുന്ന റിസ്കുകളാണ് ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ചില സമയത്ത് എന്ത് പറ്റാറുണ്ട്, സെല്ലറിന്റെ സൈഡിൽ നിന്നും ട്രാൻസാക്ഷൻസ് ഡിക്ലൈൻ ചെയ്യപ്പെടാറുണ്ട്. ഇപ്പൊ കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്തു, അപ്പോൾ അത് ഷിപ്പ് ചെയ്തു എന്ന് വരെ കാണിച്ചു, റിസീവ് ചെയ്യും, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ റിസീവ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനമായിരിക്കും. പക്ഷെ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ഒക്കെ സാധനം ഡാമേജ് ആയി, അല്ലെങ്കിൽ ബ്രേക്ക് ആയി, അല്ലെങ്കിൽ അൺഡെലിവറബിൾ ആയി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് എപ്പോഴാണ് നമ്മുടെ ഇലക്ട്രോണിക്കലി ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ഒരു ഫോൾട്ട് വരാൻ പറ്റുന്നത് എന്താണ്, ഡിഫോൾട്ട് ഓൺ ഡെലിവറി. ഡിഫോൾട്ട് ഓൺ ഡെലിവറി ഇത് എന്താ സംഭവം ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ നമ്മൾ സെല്ലർ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് തന്നെ എടുക്കാം, നമ്മുടെ അടുത്ത് ഡെലിവറി ഏജന്റ് നമ്മുടെ ഹൗസിലാണ് കൊണ്ട് സാധനം എത്തിക്കേണ്ടത്. അപ്പോൾ ബൈ മിസ്റ്റേക്കലി അയാൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നെയ്ബറിന്റെ ഹൗസിലോ അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചാൽ അവരിപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അത് വളരെ കോമൺ ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പം നമുക്ക് ചിലപ്പം സാധനം വെച്ചിട്ട് പോകുന്നു, അവർ ഇൻഫോം ചെയ്യാണ്ട് ഡെലിവറി അസോസിയേറ്റ് പോയി കഴിഞ്ഞാൽ സാധനം ചിലപ്പോൾ വേറെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിരിക്കും. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡെലിവറിയുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ചിലപ്പം ഡെലിവറി അസോസിയേറ്റ് വരുന്ന പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ അവർ റോങ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കാം. എന്താണെങ്കിലും ഡെലിവറി നടത്തുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ആണ് ഡിഫോൾട്ട് ഓൺ ഡെലിവറി. ഇനി മൂന്നാമതാണ് ഡിഫോൾട്ട് ഓൺ പേയ്മെന്റ്. ഡിഫോൾട്ട് ഓൺ പേയ്മെന്റ് ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈനായിട്ട് സാധനം പർച്ചേസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് വെച്ചു. തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു അല്ലെ ക്യാഷ് ഓൺ ഡെലിവറി എന്താണെന്നുള്ളത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി സാധനം നമ്മൾ റിസീവ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ ഡെലിവറി അസോസിയേറ്റ് നമ്മുടെ വാതിക്കൽ ഇങ്ങനെ കൊണ്ട് തന്നു. നമ്മൾ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ പറയാണ്, ഇല്ല നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ക്യാഷ് ആയിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഇപ്പം മേടിക്കാൻ പറ്റിയില്ല എന്നുള്ള പേയ്മെന്റിനെ ചൊല്ലിയുള്ള തർക്കം വരാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് പറയുന്നത് ഡിഫോൾട്ട് ഓൺ പേയ്മെന്റ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്. നമുക്കറിയാം നമ്മുടെ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിൽ എന്ത് സെർച്ച് ചെയ്യുമോ അല്ലെങ്കിൽ എന്ത് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയോ ചെയ്താൽ അതിന്റെ ആ ഒരു കുക്കീസ് എന്ന് അല്ലെ, കീസ് അല്ലെങ്കിൽ ആ ഒരു ക്യാച്ച് മെമ്മറി എപ്പോഴും നമ്മുടെ ക്യാച്ച് ചെയ്യപ്പെടാം. അത് നമ്മുടെ എംപ്ലോയേഴ്സിന്, സർവീസ് പ്രൊവൈഡേഴ്സിന് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമോ, അതല്ലെങ്കിൽ നമ്മൾ എത്തിക്കൽ അല്ലാത്ത രീതിയിൽ നമ്മൾ ഇന്റർനെറ്റ് യൂസേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പെറന്റ് ആണ്. ഈ ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ നമ്മൾ ചുമ്മാ സെർച്ച് ചെയ്യുക, അതായത് ഫോർ എക്സാമ്പിൾ വെഡിങ് ഡ്രസ് എന്ന് ചുമ്മാ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എക്സ്റ്റേണൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്താലൊക്കെ ഇതിന്റെ പരസ്യം കാണിക്കും. പല സൈറ്റിൽ നിന്നുള്ള വെഡിങ് ഡ്രസ്സിന്റെ പരസ്യങ്ങൾ, ഇന്ന സൈറ്റ് നമുക്ക് പറഞ്ഞ് കാണിക്കും. ഒത്തിരി പരസ്യങ്ങൾ വരും. ഈ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം റീൽസ് അല്ലെ, അതെല്ലാം എന്താണ് ഇതിനെ പറ്റിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെയാണ് അത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് വരുന്നത്, എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഡേറ്റ ക്യാപ്ചർ ചെയ്യപ്പെടുന്നുണ്ട്, സ്റ്റോളൻ ആവുന്നുണ്ട് എന്നാണ് ഉദ്ദേശം. അപ്പം പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റ അത് പല കമ്പനീസും പല ഇതുപോലത്തെ എക്സ്റ്റേണൽ പാർട്ടീസും അത് ലീക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ചിലതൊക്കെ എന്തായിരിക്കാം, അത് വൈറസ് എഫക്ട് ചെയ്തായിരിക്കാം, ചിലതൊക്കെ ഹാക്കിംഗ് ഏരിയാവുന്നതായിരിക്കാം, ചിലതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. അതൊക്കെ ലീക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് എന്ത് സംഭവിക്കും, അതുകൊണ്ട് നമ്മുടെ ചിലപ്പം ബാങ്ക് അക്കൗണ്ട് വരെ നമുക്ക് ലൂട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ലിങ്ക്ഡ് ടുഗദർ ആണ്. നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സൈറ്റ് ട്രസ്റ്റ് വർത്തി ആണോ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ബിക്കോസ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എപ്പോഴും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഫുട് പ്രിന്റ് എപ്പോഴും ഇന്റർനെറ്റിൽ കാണും. അതിന്റെ ബേസിസിന് ഹാക്കേഴ്സിനാണെങ്കിൽ പോലും എല്ലാവർക്കും ഈ ഒരു നമ്മുടെ ട്രാൻസാക്ഷൻസ് ക്യാപ്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ജസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, വാട്ട് യു മീൻ ബൈ വൈറസ്, അത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നുള്ളൂ. വൈറ്റൽ ഇൻഫർമേഷൻ അണ്ടർ സീജ്, അതായത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പിന്നെ OTP, ഈ പറഞ്ഞ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അണ്ടർ സീജ്, അതായത് അത് ഹാക്ക് ചെയ്യപ്പെടുന്നതിനാണ് ബേസിക്കലി വൈറസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കും. ഇനി അതിന്റെ വേരിയസ് ലെവൽസ് ഒക്കെ പറയുന്നുണ്ട്, ലെവൽ 1 വൈറസ്, ലെവൽ 2 വൈറസ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ഇതിന് മുന്നേയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടില്ല. ബേസിക്കലി ഇത്ര മാത്രം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, വാട്ട് ആർ ദ ബിസിനസ് റിസ്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ബേസിസിൽ പലപ്പോഴും ക്വസ്റ്റൻസ് വന്നിട്ടുള്ളതാണ്. പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടി ഡെപ്തിലോട്ട് നമ്മൾ കമ്പ്യൂട്ടറുകാരും BSc കമ്പ്യൂട്ടറുകാരൊക്കെ പഠിക്കുന്ന ആ ലെവലിലോട്ട് ക്രിപ്റ്റോഗ്രാഫി ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് ഈ റിസ്കുകളെ ചുറ്റിപ്പറ്റി. അടുത്താണ് ലാസ്റ്റ് പോയിന്റ് ആണ് റിസ്ക് ഓഫ് ത്രെറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ് നമ്മൾ ഒരു കാര്യം അതായത് നെറ്റ്വർക്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഷൂസ് ബ്രാൻഡഡ് ഷൂസോ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്ത് നോക്കിയേ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാവിധ സൈറ്റുകളിലെല്ലാം നമ്മൾ അതിന്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാണ് റെമഡി ഫോർ ഫീവർ അല്ലെങ്കിൽ റെമഡി ഫോർ ഡാർക്ക് സ്കിൻ, അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി, അതിന്റെ പിന്നെ അത് കഴിഞ്ഞാലും അത് വരുന്ന സജഷൻസും എല്ലാ കാര്യങ്ങളും ഇതിനെ പറ്റിയുള്ള കോസ്മെറ്റിക്സിനെ പറ്റിയുള്ള പ്രൊഡക്ട്സും എല്ലാ സാധനവും ഇതിനെ പറ്റി ആയിരിക്കും. ഓക്കെ, ഇത് എന്താണ്, അത് ഡേറ്റ ചോർച്ച തന്നെയാണ്. നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ പ്രൈവസി ചോർന്നു പോകുന്നു എന്നുള്ളതിന് തെളിവാണ്. പലപ്പോഴും നമുക്ക് മെയിൽ ആണെങ്കിലും നോക്കിയാൽ മതി, മെയിലിൽ ജങ്ക് മെയിൽ ഒത്തിരി വരാറുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റ അനുസരിച്ചും അല്ലാതെയൊക്കെ ഫേക്ക് ആയിട്ടുള്ള രീതിയിലൊക്കെ കാണാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് UK ഒരു ലോട്ടറി അടിച്ചിട്ട് ഇത്ര ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ UK കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഏത് ഭൂഗോളത്തെ കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം എന്നിട്ട് പിന്നെ UK ലോട്ടറി നമ്മൾ അടിച്ചു അത്രയും പൈസ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊന്നും വീഴാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്താണ് വാട്ട് ആർ ദ റിസോഴ്സസ് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ബിസിനസ് ഇംപ്ലിമെന്റേഷൻ. എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വേണം. അപ്പം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കൂടുതൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ബേസിക് ആയിട്ട് നമുക്ക് എന്ത് വേണം, മണി, മെറ്റീരിയൽ, ഇതൊക്കെ നമുക്ക് വേണമെന്ന് അറിയാം. ഇവിടുത്തെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുത്തെ മെഷീൻസ് ആണ്, കമ്പ്യൂട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹാർഡ്വെയർസ് ആണ്, പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ വേണം അല്ലെ. പിന്നെ എന്തൊക്കെയാണ് വേണ്ടിയത്, നമുക്ക് ഒരു സൈറ്റ് വേണം, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റ് നമുക്കറിയാം, www. എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും, അത് വേണം. പിന്നെ അതേപോലെ നമുക്ക് എന്ത് വേണം, ഒരു ഓൺലൈൻ റിഡ്രസൽ ഫോറം വേണം. പിന്നെ ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി
നമുക്ക് എത്ര ചെറിയൊരു സ്മോൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ പോലും ചെറിയൊരു ഓഫീസ് സ്പേസ് എങ്കിലും വേണ്ടിയതാണ്. അതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ആവശ്യം വന്നേക്കാം. പക്ഷേ അത് കമ്പൽസറി അല്ല. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിച്ചത്, നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ 8ാമത്തെ പോയിന്റ് ആണ് ഔട്ട്സോഴ്സിംഗ്. ഇനി എന്താ ഔട്ട്സോഴ്സിംഗ്? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നല്ലോ. ഇപ്പോൾ നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. കമ്പനിയിൽ ഒരു 5 ടാസ്ക് ഉണ്ട്. ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3, ടാസ്ക് 4 ആൻഡ് ടാസ്ക് 5. അപ്പം ഒരു പോയിന്റ് കൂടി എഴുതിയേക്കാം, ടാസ്ക് 6. ഈ ടാസ്ക് 1 എന്താണെന്ന് വെച്ചാൽ സെയിൽസ്, ടാസ്ക് 2 ആണ് പർച്ചേസസ്. ഇനി സാധാരണ ഒരു ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ വേറെ എന്തൊക്കെയാണ് വരിക? മാനുഫാക്ചറിങ്, പിന്നെ അഡ്വർടൈസിങ്, സെയിൽസ് ഓൾറെഡി എഴുതിയില്ല അല്ലെ, മാർക്കറ്റിംഗ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത് സോഷ്യൽ മീഡിയ വേണമെങ്കിൽ ഇടാം അല്ലെ. എല്ലാം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും 5 പ്രോസസ്സ്, ഈ 5-6 പ്രോസസ്സ് ഈ കമ്പനി അലോൺ ആയിട്ട് ചെയ്യുവാണെങ്കിൽ, അവർ തന്നെ ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ എത്രമാത്രം എഫിഷ്യന്റ് ആകും അല്ലെ. അത്രമാത്രം എഫിഷ്യന്റ് ആവണം എന്ന് നിർബന്ധം ഇല്ല. പല പോരായ്മകളും കാണും. ബിക്കോസ് ഇവർ പർച്ചേസസിലും സെയിൽസും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതേപോലെ അഡ്വർടൈസ്മെന്റ്, ഇതിലൊന്നും ഇവർക്ക് വലിയൊരു അറിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലാ പ്രോസസ്സും ഈ കമ്പനി തന്നെ ചെയ്യുന്നതിന് പകരം ചില പ്രോഡക്ട്സ്, അതായത് ചില പ്രോസസ്സുകൾ, ഫോർ എക്സാമ്പിൾ പ്രോസസ് നമ്പർ 6 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ്, ഈ 3 എണ്ണം വേണമെങ്കിൽ എന്ത് ചെയ്യാം, തേർഡ് പാർട്ടീസിനെ ഏൽപ്പിക്കാം. അപ്പോൾ പല സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ അഡ്വർടൈസ്മെന്റ് സ്ഥാപനങ്ങളുണ്ട്, അതേപോലെ പല ഓർഗനൈസേഷൻസും ഉണ്ട് ഇതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അഡ്വർടൈസ്മെന്റ്സും മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അവരെ വേണമെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാം. അപ്പോൾ അതുവഴി എന്താ സംഭവിക്കുന്നത്, നമുക്ക് കോസ്റ്റ് എഫിഷ്യന്റ് ആവാം, അതേപോലെ ടൈം കൺസ്ട്രെയിൻ വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാം. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് 6 ടാസ്ക് ചെയ്യുന്നതിന് പകരം 3 ടാസ്കിൽ ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി 3 ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തേർഡ് പാർട്ടീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടീസിനെ ഏൽപ്പിക്കുന്ന ജോബിനെയാണ് നമ്മൾ ബേസിക്കലി പറയുക ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ സാധനം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നമ്പറിലോട്ട് നമ്മൾ വിളിക്കും അല്ലെ. അപ്പോൾ നമ്പറിലോട്ട് വിളിക്കുമ്പോഴത്തേക്കും അവരെ ആരെ എടുക്കുന്നത്, ഫ്ലിപ്കാർട്ടിലെ ഏജന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു BPO സെന്ററിലോട്ട്. അപ്പം അവർ ഫ്ലിപ്കാർട്ടിന്റെ ജോലി ഏറ്റെടുക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ്. അപ്പോൾ ഇവര് ഫ്ലിപ്കാർട്ടിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എപ്പോൾ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോളിസീസ് ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ ഇവർ തീരുമാനിക്കും. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യാൻ കൊള്ളുന്ന ഐറ്റമാണോ ഇല്ലയോ എന്നുള്ളത്. ഇനി റിട്ടേൺ ചെയ്യാൻ പറ്റിയാത്ത ഐറ്റമാണ്, നമ്മൾ കവർ ചെയ്യാൻ പറ്റാത്താണെങ്കിൽ അവർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. റിട്ടേൺ ചെയ്യാൻ വയബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ അവർ ഫ്ലിപ്കാർട്ടിനെ അറിയിക്കും അല്ലെ. അപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും ചിലപ്പോൾ റീഫണ്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സാധനം പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രോസസ് നടക്കുന്നത്. അപ്പം ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു ഇന്റർമീഡിയറി ആണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനീസ്. അപ്പോൾ നമുക്കറിയാം ചില ഫീച്ചേഴ്സ്, അതായത് ഇതിന്റെ ചില ഫീച്ചേഴ്സ് നമുക്കൊന്ന് വായിച്ചു പോയേക്കാം. ഔട്ട്സോഴ്സിംഗ് ഇൻവോൾവ്സ് കോൺട്രാക്ടിംഗ് ഔട്ട്. അപ്പോൾ കോൺട്രാക്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ കമ്പനി ഇതാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു BPO അലോ ചെയ്യുവാണ്, നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതൊരു തേർഡ് പാർട്ടിയാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നോൺ കോർ ആക്ടിവിറ്റീസ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ആക്ടിവിറ്റീസിനെ ആയിരിക്കും നമ്മൾ BPOകളെ ഏൽപ്പിക്കുക. ഓക്കെ, നമുക്കറിയാം ഒരിടയ്ക്ക് എന്ന് വെച്ചാൽ BPO ഏജന്റ് ആകുക എന്ന് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബാണ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. ബിക്കോസ് അതിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. പിന്നെ അത്യാവശ്യം നമുക്ക് എന്താണ് സാലറി പാക്കേജ് ഉണ്ട്, വർക്കിംഗ് ടൈംസ് ഫ്ലെക്സിബിൾ ആണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് BPO സെക്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്യാവശ്യം നല്ലൊരു ഫ്രഷേഴ്സിന്റെ ഇടയിൽ ഒരു നല്ലൊരു ജോബ് ഓപ്പണിംഗ് ആണ്. അപ്പം ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, എന്താണ് ഓൺലി നോൺ കോർ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഏൽപ്പിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ കോളുകൾ കളക്ട് ചെയ്യുക, പിന്നെ ക്യാൻറ്റീൻ സർവീസസ്, കഫറ്റേരിയ സർവീസസ്, അതൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള വെഞ്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള എന്താണ് അക്കാഡമിക് കാര്യങ്ങൾ പഠിത്തമൊക്കെ ഉണ്ട്. അത് കൂടാണ്ട് അവർക്ക് കിട്ടുന്നതാണ് കോ കരിക്കുലർ ആക്ടിവിറ്റി, CCA ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ, എക്സ്ട്രാ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മുടെ മെയിൻ കമ്പനിയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് അത് അവർ തന്നെ ചെയ്യും. അതുകൂടാണ്ട് ചില എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം അവർ എന്ത് ചെയ്യും, അവർ ഇതുപോലെ BPOകളെ ഏൽപ്പിക്കുന്നു. പിന്നെ ഇതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണെന്ന് തോന്നുന്നു ഇതിൽ പറയുന്നത് വെച്ചാൽ പ്രോസസ്സസ് മേ ബി ഔട്ട്സോഴ്സ് ടു എ ക്യാപ്റ്റീവ് യൂണിറ്റ് ഓർ എ തേർഡ് പാർട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ബിസിനസ് പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് അല്ലാത്ത ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ വേറെ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതെ, പക്ഷേ ആ ഒരു ആക്ടിവിറ്റീസ് തന്നെ എന്ത് ചെയ്യാം, അത് പല രീതിയിലും ആവാം. ഫോർ എക്സാമ്പിൾ റിക്രൂട്ട്മെന്റ്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും കോളേജസിലൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴത്തേക്കും അവിടെ കാണിക്കും എന്താണ് HLL നിന്നും, പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ അങ്ങനെ വലിയ കമ്പനീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ വരാറുണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ചോട്ട് അവിടെ വന്നിരിക്കുന്ന HLL കമ്പനിയുടെ അല്ലെങ്കിൽ വോഡാഫോൺ കമ്പനി അങ്ങനത്തെ ബ്രാൻഡുകളുടെ ഒക്കെ ആൾക്കാർ വന്നിരിക്കുന്നു നമ്മൾ കാണുമ്പോൾ അത് ആ കമ്പനിയുടെ ആൾക്കാർ തന്നെ എംപ്ലോയീസ് തന്നെയാണ് നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അവർ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിരിക്കും. അപ്പോൾ ഈ ഏജൻസിയാണ് മെയിൻ ആയിട്ടുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ പിടിച്ചു കൊടുക്കുന്നത്, എംപ്ലോയീസിനെ കൊടുക്കുന്നത്. അപ്പം ഇതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് BPO ആണ്. ഇനി വാട്ട് ഇസ് ദ സ്കോപ്പ് ഫോർ ഔട്ട്സോഴ്സിംഗ്? ഓക്കെ, അപ്പം ഈ ഔട്ട്സോഴ്സിംഗിന്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, രണ്ടാമതാണ് കോൺട്രാക്ട് റിസർച്ച്, മൂന്നാമതാണ് കോൺട്രാക്ട് സെയിൽസ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഇൻഫോർമാറ്റിക്സ്. ഇനി ഇതിൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഔട്ട്സോഴ്സിംഗിന്റെ 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 4 പ്രത്യേകതകളാണ്, എങ്ങനെയാണ് ഔട്ട്സോഴ്സിംഗ് ചെയ്യുക. ഒന്നെങ്കിൽ മാനുഫാക്ചറിംഗ് കോൺട്രാക്ട് ആവാം, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കമ്പനിയുടെ കരാർ ഏറ്റെടുക്കുന്നു. ഇനി കോൺട്രാക്ട് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ റിസർച്ച് ആക്ടിവിറ്റീസ് ലൈക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ്, നമ്മളോട് ആഫ്റ്റർ സെയിൽസ് സർവീസസിന്റെ ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അവരാരും
എന്തായാലും കമ്പനിയുടെ ആൾക്കാർ ആയിരിക്കണമെന്നില്ല, അതൊക്കെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ആവാം. ഓക്കെ, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സിനോടൊക്കെ ആൾക്കാർ തട്ടി കയറി ബഹളം വെച്ച് വെക്കാറുണ്ട്, നമുക്കുണ്ടായ ലോസിനെ വെച്ച് ഓർത്തിട്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കസ്റ്റമർ കെയർ ഇരിക്കുന്നത് ശരിക്കും ഒരു തേർഡ് പാർട്ടിയാണ്. അവരിത് അറിയുന്ന പോലും ഇല്ല, നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് മേടിച്ചതെന്നോ അല്ലെങ്കിൽ എന്താ സംഭവം ഒന്നും അറിയുന്ന പോലും ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ അവർ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഏതോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ഇനി കോൺട്രാക്ട് സെയിൽസിന്റെ കോൺട്രാക്ട്, പിന്നെ ഇൻഫോർമാറ്റിക്സ്, അത് നമ്മുടെ ഡേറ്റയാണ്. അതായത് എത്ര ആൾക്കാർ പർച്ചേസ് ചെയ്തു, ഫോളോ അപ്പ് ആണ് ബേസിക്കലി. ഈ മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജാനുവരി ആണെങ്കിൽ ഈ മാസം നമ്മുടെ എത്ര സെയിൽസ് ഉണ്ടായിരുന്നു, എത്ര പർച്ചേസസ് ഉണ്ടായിരുന്നു, എത്ര റിട്ടേൺസ് ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇൻഫോർമാറ്റിക്സും കണക്കുകളും ഒക്കെ. അതിൽ നിന്ന് ഒരു അനാലിസിസ് നടത്തി നമുക്കൊരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ പറഞ്ഞ ഔട്ട്സോഴ്സിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഔട്ട്സോഴ്സിംഗിന്റെ വിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നുണ്ടോ നീഡ് ഫോർ ഔട്ട്സോഴ്സിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യമുള്ള കാര്യമാണോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ആവശ്യമുള്ള കാര്യമാണ്. ബിക്കോസ് ഇതിലിപ്പോൾ നമുക്കൊരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഔട്ട്സോഴ്സിംഗ് ഗ്ലോബൽ ആവാം, ലോക്കൽ ആവാം, IT ബേസ്ഡ് ആവാം, നോൺ IT ബേസ്ഡ് ആവാം. IT ബേസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ബാക്ക് ആൻഡ് സർവീസ് ഉണ്ട്, കസ്റ്റമർ ഫേസിംഗ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഇത് വലിയൊരു കോൺസെപ്റ്റ് അല്ല, പക്ഷേ എന്നാലും ജസ്റ്റ് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാ ഔട്ട്സോഴ്സിംഗ് ആക്ടിവിറ്റീസും മെയിൻ ആയിട്ടും IT ബേസ്ഡ് ആണ്. ബിക്കോസ് നമുക്ക് ഇത് ഈസിലി നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മൾ എന്തെങ്കിലും നമ്മളൊരു സെയിൽസോ പർച്ചേസോ ഒക്കെ നടത്തിയിട്ട് പോകുന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോം അല്ലെങ്കിൽ ഒരു ഡേറ്റ ഒരു ഫിൽ ചെയ്യേണ്ട ഒരു ഫോം അയച്ചു തരും. ഓക്കെ, പവേർഡ് ബൈ ഇന്നതെന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയുടെ പേരായിരിക്കും അവിടെ എഴുതുക. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന A കമ്പനി ആണെങ്കിൽ പവേർഡ് ബൈ B കമ്പനി എന്നായിരിക്കും. അപ്പം A എന്ന് പർച്ചേസ് ചെയ്ത B കാർക്ക് എന്തിനാ കാര്യങ്ങൾ അറിയേണ്ടത് നമ്മൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇതെന്താണ്, A കമ്പനിക്ക് വേണ്ടിയിട്ട് B എന്ന് പറഞ്ഞ കമ്പനി ആയിരിക്കും ഡേറ്റ കളക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അവർക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ഇവർ A എന്ന് പറഞ്ഞ കമ്പനിയിലോട്ട് ഫോർവേഡ് ചെയ്യും. നമുക്ക് നോക്കാനുള്ള ഇതാണ് ജസ്റ്റ് ബേസിക്കലി നമ്മൾ നേരത്തെ ഇപ്പം തുടങ്ങി വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങിയായിരുന്നു അല്ലേ. എന്തിനാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത്, അത് ശരിക്കും ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പം അതിന്റെ ആവശ്യതകളും അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോക്കസിംഗ് ഓഫ് അറ്റൻഷൻ. നമ്മൾ പറഞ്ഞു നമുക്ക് നോൺ കോർ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡേറ്റ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഈ നോൺ കോർ അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ വേറൊരു കമ്പനിക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി രണ്ടാമത്താണ് ക്വസ്റ്റ് ഫോർ എക്സലൻസ്. ക്വസ്റ്റ് ഫോർ എക്സലൻസ് എന്ന് വെച്ചാൽ എന്താണ്, എക്സലന്റ് ആവാനുള്ള ഒരു ത്വരയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പം ഒരു കമ്പനിയിൽ 20 ആക്ടിവിറ്റീസ് ഉണ്ട്, വലിയൊരു കമ്പനിയാണ്, അവർ 20 ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു 18 ആക്ടിവിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്, ബാക്കി 2 ആക്ടിവിറ്റീസ് നോൺ കോർ ആണ്, വലിയ ഇമ്പോർട്ടന്റ് ഉള്ളതല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഏൽപ്പിക്കുന്ന വഴി എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി 18 എണ്ണത്തിനെ നമുക്ക് വളരെ എക്സലന്റ് ആയ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതാണ് കോസ്റ്റ് ആൻഡ് ടൈം റിഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. കോസ്റ്റ് റിഡക്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് തീർച്ചയായും BPOസിനെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെതായ കോസ്റ്റ് ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ 20 ആക്ടിവിറ്റീസും ചെയ്യുന്നതിന്റെ അത്രയും ഒരു കോസ്റ്റ് ഉണ്ടാകുകയില്ല അല്ലെ. 20 ആക്ടിവിറ്റീസ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ അവിടെ പൈസയും നഷ്ടപ്പെടും, സമയവും നഷ്ടപ്പെടും, ഫോക്കസും നഷ്ടപ്പെടും. അതിന് പകരം നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ വേറെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിനുള്ള ഒരു ടൈമും കോസ്റ്റും ഒക്കെ നമുക്ക് കുറഞ്ഞിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഗ്രോത്ത് ത്രൂ അലയൻസ്. ഓക്കെ, ടുഗദർനെസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഇപ്പം നമുക്കാണെങ്കിലും ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലെ ഓരോ പ്രോജക്ട്സും അസൈൻമെന്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു 4-5 പേജ് അല്ലെങ്കിൽ ഒരു 4 സബ്ജക്ട് അസൈൻമെന്റ് ഉണ്ടെങ്കിൽ അതിലൊരു 2 എണ്ണം നമ്മുടെ ഫ്രണ്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ലേ. തീർച്ചയായും 4 എണ്ണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം എടുക്കും അല്ലെ. സമയം എടുക്കും, നമ്മൾ അതിന്റെ പിന്നാലെ കിടക്കണം, ഇരിക്കണം, വളരെ ബുദ്ധിമുട്ടണം അല്ലെ. അപ്പൊ അതിനൊക്കെക്കാളും നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ വന്നിട്ട് പറയാം, ഓക്കെ ഞാൻ ചെയ്തു തരാം. പ്രത്യേകിച്ച് ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രാക്ടിക്കലൊക്കെ വരയ്ക്കാനൊക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, വരയ്ക്കാൻ അറിയാവുന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് വരപ്പിക്കാറൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിംഗ് ഹാൻഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് നമ്മുടെ ഒരു ഗ്രോത്തിന് വഴിയൊരുക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ വർക്കുകൾ തീർത്ത് മാറാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫിലിപ്പ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോത്ത് ഉണ്ടാവും, ടുഗദർനെസ്സോടെ കോസ്റ്റ് റിഡ്യൂം, എക്സലൻസ് ആവും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത് ലീഡ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും, ഡെവലപ്മെന്റിന് വേണ്ടി വഴിയൊരുക്കും. ഇനി നമുക്കറിയാം എല്ലാ കാര്യത്തിലും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പം നമുക്കറിയാം ഇപ്പൊ ഇത്രയും പോസിറ്റീവ്സ് നമ്മൾ പറഞ്ഞു BPOനെ പറ്റി, പിന്നെ അതേപോലെ അത്രയും പോസിറ്റീവ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് BPOകൾ ഇപ്പൊ സർവൈവ് ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ചില കൺസേൺസും ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യത്താണ് കോൺഫിഡൻഷ്യാലിറ്റി. മീനിങ് എന്താണ്, സുതാര്യത അല്ലെങ്കിൽ ആ സീക്രട്ട് കീപ്പിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കമ്പനി എയുടെ കാര്യങ്ങൾ, കമ്പനി എയുടെ കുറച്ച് 2-3 വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പനി B ആസ് എ BPO നമ്മൾ കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ BPO എന്ന് പറഞ്ഞ കമ്പനി എയുടെ അടുത്ത് മാത്രമല്ല, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയ സിയുടെ അടുത്തുനിന്നും ഡിയുടെ അടുത്തുനിന്നും സെഡിന്റെ അടുത്തുനിന്നും ഒക്കെ ഇതുപോലെ ട്രാൻസാക്ഷൻസ് ഇവർ സ്വീകരിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ചോർന്ന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ BPOs അല്ലെങ്കിൽ എന്താണ് ഇത് 2 രീതിയിലാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു A എന്ന് പറയുന്ന ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ B എന്ന് പറയുന്ന BPO എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫോറിൻ കൺട്രി ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ആഫ്രിക്കയിലുള്ള ഒരു കൺട്രി ഒരു ബിസിനസ് യൂണിറ്റോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന എത്തിക്കൽ ആയിട്ടുള്ള കൺസേൺസ് അല്ലെങ്കിൽ ലോസ് ചിലപ്പോൾ മറ്റു കൺട്രിയുമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും.